ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുറേ ദിവസങ്ങളുണ്ട് എൻ്റെ ഷോർട്സിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, സ്കാനിങ്ങിന് പോകുന്നു, ടാബ്ലറ്റ് കഴിക്കുന്നു, എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ തക്കതായ റീസൺ എന്താണെന്ന് ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും തമ്മിൽ കണ്ടു കാണും, പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് എന്ന്. അതെ, പ്രസവത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പ്രസവത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കറന്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറയാം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലിയർനെസ് കിട്ടുള്ളൂ. ഈ കാര്യത്തിലോട് ഒരു ക്ലിയർ ആയിട്ട് മൊത്തത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഏകദേശം 2 വർഷത്തോളമായിട്ട് എനിക്ക് ചെറിയ രീതിക്ക് വയറുവേദന ഉണ്ടായിരുന്നേ. 2 വർഷത്തിന് മുന്നേ ആയിട്ട് എൻ്റെ ഇടത് സൈഡിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഹമ്പ് ചാടുമ്പോൾ, വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ, കട്ടിയുള്ള ജോലി ചെയ്യുമ്പോൾ അപ്പോഴത്തേക്കൊക്കെ എനിക്ക് വയറിൻ്റെ ഒരു സൈഡിന് ഒരു പിടുത്തവും വേദനയും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇതിനെന്ത് പറ്റി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ്റെതായിരിക്കാം, ഞാൻ വെള്ളം കൂടി കുറവാണല്ലോ, അപ്പോൾ അങ്ങനത്തെ വയറുവേദന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ച് പൊട്ട ബുദ്ധി തോന്നുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ഓരോന്ന് വിചാരിച്ച് കൂട്ടിയാണ് എനിക്ക് ഇത്രയും നാൾ ഞാൻ ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടെ വെച്ചിട്ട് എനിക്ക് വയറുവേദന ഉണ്ടായി. സഹിക്കാൻ പറ്റാത്തത്രയും വയറുവേദന ഉണ്ടായി. നോർമലി എനിക്ക് പീരീഡ്സ് ടൈമിൽ മാത്രമാണ് ഈ വയറുവേദന വന്നുകൊണ്ടിരുന്നത്. പിന്നീടായപ്പോൾ എനിക്ക് അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ വയറുവേദന ഇങ്ങനെ വന്ന് സഹിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. ആദ്യം തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് അതിനുശേഷം ഞാൻ പോയി ഒരു ഗൈനക്കോളജിയെ കണ്ട്. ഗൈനക്കിനെ കണ്ടപ്പോൾ ഗൈനക്ക് എന്നോട് സ്കാനിങ്ങിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് സ്കാൻ ചെയ്തു. സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞത് 2 ഓവറിയും ബ്ലോക്കാണ്. ഓരോ ഓവറിയിൽ ചെറിയൊരു ഫ്ലൂയിഡ് പോലെ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഒരു ചെറിയ സിസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ഉള്ളതല്ല, അത് നോർമലി ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഓരോ ഓവറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ കരുതി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് ചില കേസുകളിലൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, ചിലതിൽ മാത്രം അതാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് എനിക്കിങ്ങനെ ഇൻഫെക്ഷൻ വന്നതെന്ന് ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആ സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുന്ന ഇതല്ല, ജോലിയുണ്ട്, എനിക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റുന്ന ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടാബ്ലറ്റാണ് ഫസ്റ്റ് ഞാൻ കഴിച്ചത്. ടാബ്ലറ്റ് കഴിച്ച് അതിനുശേഷം ചെറിയൊരു കുറവ് വന്നെങ്കിലും വീണ്ടും എനിക്ക് വേദന ഉണ്ടായിരുന്നു. വീണ്ടും വേദന സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ടാബ്ലറ്റ് കഴിക്കാൻ പറ്റത്തില്ല, ഇഞ്ചക്ഷൻ എടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ആ സമയത്ത് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഒരു 7 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വേദനയ്ക്ക് ചെറിയ രീതിയിലൊക്കെ ചെറിയ രീതിയിലല്ല, വേദന എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയതുപോലെ തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി. ഈ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേലും വരാൻ ചാൻസ് ഉണ്ട്, അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അപ്പോൾ ഞാൻ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട്, പക്ഷേ അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് നിർത്തി. എനിക്കിപ്പോൾ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ച് നാൾ മുന്നേ ഞാൻ പൊക്കോണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം, പെട്ടെന്നെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരുന്നില്ല, ഭയങ്കരമായിട്ട് ബാക്ക് പെയിന്, കാലുവേദന, എനിക്ക് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത കണ്ടീഷനായിട്ട് വേദന അങ്ങ് ഒറ്റയടിക്ക് കൊണ്ട് കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് പോകാൻ പറ്റുന്നൊരു കണ്ടീഷനല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ തൽക്കാലം കാണുന്ന ഹോസ്പിറ്റലിൽ വലിയൊന്നിലും അതുപോലെ മെഡിക്കൽ സെൻ്ററിലും ഒക്കെ പോയി ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒറ്റ ദിവസത്തിൽ നടന്ന സംഭവമാണ്. ഞാൻ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എനിക്ക് വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി. പക്ഷേ ഇതെല്ലാം ഒരു അരമണിക്കൂർ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കും, അരമണിക്കൂർ വേദന കുറയും, വീണ്ടും കുറയും, അങ്ങനത്തെ ഒരു ഇതിലായി നിന്നത്. പിന്നീട് ഞാനൊരു ഡോക്ടറെ കണ്ട് ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ഒരു ഓർത്തോയെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറാണ് എനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്. അതായത് ഡോക്ടർ എന്നോട് ഫസ്റ്റ് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഇൻഫെക്ഷൻ വയറിനുണ്ടോ എന്ന്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉള്ള കാര്യം പറഞ്ഞു ഓവറിയിലെ ഇൻഫെക്ഷനാണ് നമുക്ക് ഇത്രയും രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വ്യാപിക്കും. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട, അത് മാറും, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അത് മാറും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗൈനക്കിനെയും കാണണം, രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ ഗൈനക്കിനെയും കാണുന്നുണ്ട്, അതുപോലെ ഓർത്തോയും കാണുന്നുണ്ട്. അതിനുശേഷം ഓർത്തോയെ കണ്ടതിന് ശേഷം ഗൈനക്കിനെ പോയി കണ്ടപ്പോൾ വീണ്ടും സ്കാനിങ്ങിന് എഴുത്തന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് പറയുന്നത് എൻ്റെ ഓരോ ഓവറി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി കിട്ടി, കംപ്ലീറ്റ് ബ്ലോക്കായി, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്കിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി റിസ്ക്കാണ്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓവറിയിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും മൊത്തത്തിൽ വ്യാപിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി ടൈമിൽ എൻ്റെ ഡെലിവറി നടന്നത് SAT ഹോസ്പിറ്റലിലാണ്, തിരുവനന്തപുരത്ത്. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് കോട്ടൺ അവർ സ്റ്റോക്ക് ചെയ്ത് എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നേ. അപ്പോൾ സംഭവം എടുക്കാൻ വിട്ടുപോയതാണ്. ബ്ലഡ് സക്ക് ചെയ്യാനായിട്ടോ എന്തിനോ വേണ്ടി അവർ ഉള്ളിൽ വെച്ചതാണ് സംഭവം. ഈ സാധനം എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മോശം പോയ സമയത്താണ്
ഈ സാധനം നമുക്ക് മോശം പോകുന്നതെന്ന് പറയുമ്പോൾ പ്രസവിച്ചൊക്കെ മോശം പോകുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെയിൻ ആയിരിക്കും. അതുപോലെ നമുക്ക് സ്റ്റിച്ചൊക്കെ കിടക്കുന്നത് കൊണ്ടിട്ട് ബാത്റൂമിൽ പോകാനും എടുക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ടാബ്ലറ്റ് കഴിച്ചാലായിരിക്കും പോകുന്നത്. എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ബാത്റൂമിൽ പോയി ഞാൻ അത്രയും രീതിയിൽ സ്ട്രെയിൻ ചെയ്തപ്പോൾ എൻ്റെ സ്റ്റിച്ച് പൊട്ടിയിട്ട് എൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന കോട്ടൺ പുറത്ത് വീണു. അതെന്തോ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ സാധനം ഉള്ളിൽ തന്നെ ഇരിക്കത്തില്ലേ, ഉള്ളിലിരുന്ന് ഇൻഫെക്ഷൻ ആവും. ഈ സാധനം പുറത്തോട്ട് വീണിട്ട് അവിടെ ആ സ്റ്റിച്ച് പൊട്ടിയിട്ട് ഞാൻ പിന്നെ അവിടെ ഡോക്ടറെ അടുത്തൊന്നും കാണിക്കാനൊന്നും നിന്നില്ല. അന്ന് എൻ്റെ ഏജ് 19 വയസ്സാണ്. വലിയ രീതിയിൽ നല്ല ചെറുതായിട്ട് പോലും പക്വത എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡെലിവറി ടൈമിലും ഡെലിവറി കഴിഞ്ഞ് ഒറ്റ ദിവസം മാത്രമേ നമുക്ക് അവർ ബെഡ് തരത്തുള്ളൂ. പിന്നീട് തറയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വേദനയും വെച്ചുകൊണ്ട് തറയിൽ കിടക്കുക, എഴുന്നേക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ മതി എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഡോക്ടറെ കാണിക്കാമെന്ന് എന്നെ നിർബന്ധിച്ചെങ്കിൽ ഞാൻ കാണിച്ചില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വയം ചികിത്സ മാത്രമായിരുന്നേ. അപ്പം എന്നെ അനീഷണ്ണ വഴക്ക് പറഞ്ഞ അമ്മ എല്ലാവരും വഴക്ക്. പക്ഷേ ഞാൻ സ്വയം ചികിത്സിച്ച് കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് എനിക്ക് ചൂട് പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ മരുന്നുകളൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് മാറുന്നത് അതിൻ്റെ കയ്യിൽ തെറ്റാണ്. ആ തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഈ 12 വർഷവും ആ തെറ്റിനുള്ളത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചോളൂ കേട്ടോ. അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പം എനിക്ക് മാത്രം അങ്ങനെ ഒരു കേസ് വരും എന്നല്ല, ചില റെയർ കേസുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ പല മിസ്റ്റേക്കുകളും ഹോസ്പിറ്റലിൽ നിന്ന് പറ്റാറുണ്ട്. പക്ഷേ അത് നമ്മൾ സ്വയം ചികിത്സിക്കാണ്ടിരിക്കുക. അതിപ്പോൾ ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്തണമെന്ന് വെച്ചാൽ കുറ്റപ്പെടുത്താൻ തന്നെ വേണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മിസ്റ്റേക്കാണ്. അവരിപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ബോധക്കുറവാണത്. അത് അവരുടെ തെറ്റാണ്. പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ബോധക്കുറവാണ്. അത് ഞാനും സമ്മതിക്കുന്നു. ഞാനത് അന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്ര ഇൻഫെക്ഷൻ വരത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഇൻഫെക്ഷൻ എനിക്ക് നല്ല രീതിക്ക് കടുത്തത് കൊണ്ടിട്ടാണ് എൻ്റെ ഒരു ഓവർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി പോയത്. അപ്പോൾ ഇനിയിപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറെ ടാബ്ലറ്റ് കഴിക്കുന്നത്, ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അതിന് ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആശ്വാസമുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. എന്ത് അസുഖത്തിനാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും സ്വയം ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. എന്തായാലും പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഇതിനായിട്ട് ടെൻഷൻ അടിച്ച് അയ്യോ ഇനി അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കുക പോലും ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും വേറെ ലോകം വരുന്നത്. അപ്പോൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ റെയർ കേസുകളാണ്. ചിലർക്ക് വരാം, ചിലർക്ക് വരാതിരിക്കാം. അങ്ങനത്തെ അതൊന്നും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ആരും ഒന്നും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കാണ്ട് എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ ചെല്ലുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ആയതാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരാനും ഞാനിങ്ങനെ ടാബ്ലറ്റ് കഴിക്കാനും അതുപോലെ ഹോസ്പിറ്റലിൽ പോകാനും സ്കാൻ ചെയ്യാനും ഒക്കെ ഉള്ളതിൻ്റെ റീസൺ ഇതാണ്. എല്ലാവർക്കും വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.